പൂങ്കോട് ഭാഗത്തെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPI മണ്ഡലം കമ്മിറ്റി അംഗവും യുവജന സംഘടനയുടെ പ്രഥമ സെക്രട്ടറിയായ ശ്രീ ഷാനവാസ് പ്രതികരിക്കുന്നു. നമുക്ക് നല്ല വിജയപ്രതീക്ഷയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായ ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡിലുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധിയാണ് ആ വാർഡിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാർഡിൽ നടന്ന പൊതുവികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിരുന്നു. നമുക്കത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്. കാരണം പൊതുവികസനവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പഞ്ചായത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലേക്ക് തന്നെ നമുക്ക് ജനങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു. നമ്മുടെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ വാർഡിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് ഈ വാർഡ് നിലനിർത്താൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായും അങ്ങനെ തന്നെ നാളെ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ സംഭവിക്കും. വാർഡിന്നോളം കണ്ടിട്ടില്ലാത്തൊരു ഭൂരിപക്ഷം LDFന് അനുകൂലമായൊരു ജനവിധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവസാന ഘട്ടത്തിലേക്ക് പ്രചരണം വരുമ്പോൾ UDFൻ്റെ ഒരു രാഷ്ട്രീയ മര്യാദയ്ക്കും മാന്യതയ്ക്കുമൊക്കെ നിരക്കാത്ത തരത്തിലുള്ള ചില തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനം നന്നായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി നാടിക വികാരപ്രകടനം നടത്തി, പിന്നെ കരയുക, എന്നിട്ട് ആ വീഡിയോ ചെറിയ ബൈറ്റാക്കി ഈ വാർഡിലെ 1100 വോട്ടർമാരുണ്ടെങ്കിൽ ആ 1100 വോട്ടർമാരുടെയും ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അവരുടെ വാട്സാപ്പിലേക്ക് UDF സ്ഥാനാർത്ഥി അവരുടെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കരയുന്ന വീഡിയോ അയക്കുകയാണ്. ഇതൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാന്യമായ രീതിയിലുള്ള ചേർന്ന ഒരു നടപടിയേ അല്ല. ഇതൊക്കെ ജനം നന്നായി മനസ്സിലാക്കും. ഞങ്ങൾ അത്തരത്തിൽ അവർ ആരോപിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ അത്ര അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി കരച്ചിലും ബഹളവുമായിട്ടൊക്കെ നടത്തുക, അതിന് ഒരു വൈകാരിക തലം സൃഷ്ടിക്കുക, എന്നിട്ട് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിലേക്ക് ഇത് ഷെയർ ചെയ്യുക, എന്നിട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാ വോട്ടർമാരിലേക്കും അത് എത്തിക്കുക. അപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്നുള്ള നിലയിലാണ് LDF തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്നാൽ UDF അത്തരത്തിലല്ല കണ്ടത്. അപ്പോൾ ഇത്തരം പ്രചരണ വേലകൾ ജനങ്ങൾ തള്ളിക്കളയും. വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും.